ഇന്ന് തിരുവനന്തപുരം നഗരവീഥി, തലസ്ഥാന നഗരവീഥി സാക്ഷ്യം വഹിച്ചത് തുല്യതയില്ലാത്ത ഊർജമുള്ള, കരുത്തുള്ള ഒരു റാലിക്കും ഒരു സമ്മേളനത്തിനുമാണ്. അവിടെ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ കൃത്യവും ശക്തവുമായ നിലപാടുകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെയൊരു സംഗമത്തിൽ, ഒരു സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ വലിയ അഭിമാനമുണ്ട്. ഈ സന്ദർഭത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ കെട്ടകാലത്ത് ചുട്ട മറുപടിയുമായി വിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് അതിൻ്റെ അടയാളങ്ങളെ അത്രമേൽ യഖീനുള്ള, ആർജവമുള്ള നിലപാടിനാൽ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ക്യാമ്പസുകളിലും പുറത്തും ധാരാളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മീഖാത്ത് കാലയളവ് തന്നെ നിങ്ങളുടെ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളാൽ സമ്പന്നമായിരുന്നു എന്ന് തിരിച്ചറിയുകയാണ്. ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതൃത്വത്തെയും അതേപോലെ തന്നെ പ്രാദേശിക തലങ്ങളിലും ക്യാമ്പസുകളിലും അതിനെ ഏറ്റവും ശക്തമായ രീതിയിൽ വേറുറപ്പിച്ചു നിർത്തുന്നതും നിങ്ങളാണ് എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നതും. നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ മാർഗത്തിൽ അങ്ങേയറ്റം വരെ അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുക എന്നത് ഒരു ഓപ്ഷനല്ല, മറിച്ച് അനിവാര്യതയാണ്. അത് ഏറ്റെടുത്തിട്ടുണ്ട് ഈ വിദ്യാർത്ഥിനി പ്രസ്ഥാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മാർഗത്തിൽ നമുക്ക് ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നതിലെ ആ അഡ്ജക്റ്റീവായ ആ ഇസ്ലാമിക് എന്ന ആ പദം തന്നെയാണ് നമ്മെ വലിയ കരുത്തുള്ള, വലിയ ഊർജം നമുക്ക് നൽകുന്നത് ആ ഇസ്ലാമിൽ നിന്നാണ് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ആ ഇസ്ലാം ഇവിടെ സമ്മേളനത്തിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള പ്രമേയവും അങ്ങനെ തന്നെയാണ്. വിമോചനമാണ്. ഇസ്ലാമിൻ്റെ വിമോചനത്തെ സംബന്ധിച്ചാണ്, അതിൻ്റെ വിമോചന സാധ്യതകളെ സംബന്ധിച്ചാണ് ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന പ്രമേയം എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ഈ ദർശനത്തിന് ഏത് കെട്ടകാലത്തും ഈ ദർശനത്തിന് അതിജീവിക്കാൻ കഴിയും എന്നത് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ദർശനം നമുക്ക് അർത്ഥത്തിൽ ഈ നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ വലിയ കരുത്ത് നൽകുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടോ. ഈ ദർശനം നമ്മളോട് ആദ്യം ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ സ്വയം സംസ്കരണത്തെ സംബന്ധിച്ച് തന്നെയാണ്. SGIO-വിൻ്റെ പ്രവർത്തകർ ആ അർത്ഥത്തിൽ അത് ഈ ഇവിടുത്തെ വിദ്യാർത്ഥിനി സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ടോ. അഥവാ സ്വയം സംസ്കരണം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമസ്കാരത്തിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ വിവിധങ്ങളായ രീതിയിൽ നമ്മുടെ അഖ്ലാഖിനെ, നമ്മുടെ വ്യക്തി ജീവിതത്തെ, നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയെ ഇസ്ലാമികമാക്കുക എന്നത് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ടൊരു ജീവിതം സാധ്യമാവുക എന്നത് ഈ ദർശനം നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ആലോചിക്കുവാൻ നമുക്ക് സാധ്യമാവുക എന്നതാണ്. വ്യത്യസ്തങ്ങളായ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, വ്യത്യസ്ത സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ, നിലപാടുകൾ എടുക്കാൻ നമുക്ക് സാധ്യമാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ ആളുകളെ ഇഷ്ടപ്പെടുന്നത്, ആളുകളോട് ശത്രുത വെച്ച് പുലർത്തുന്നത്, ആളുകൾക്ക് നൽകുന്നത്, തടയുന്നത് പിന്നെ ഒക്കെയും അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ്. വമൻ അഹബ്ബ ലില്ലാഹ് വമൻ പിന്നെ അദാബ ലില്ലാഹ് വമൻ അഅത ലില്ലാഹ് വമൻ മനഅ ലില്ലാഹ്
എന്നത് നമ്മളുടെ പ്രഖ്യാപനമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നത് അത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കോപിക്കുന്നതോ ദേഷ്യം പിടിക്കുന്നത് അത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നൽകാൻ സന്നദ്ധമാകുന്നതോ നാം നമ്മെ സമർപ്പിക്കാൻ സന്നദ്ധമാകുന്നതോ അത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും നമ്മൾ തടയാൻ ശ്രമിക്കുന്നുവെങ്കിലോ അതിന് നമ്മൾ സന്നദ്ധമാകുന്നുവെങ്കിലോ അതും അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. ഈ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ആലോചന നിർവഹിക്കുന്ന ഒരു പെൺകൂട്ടം എന്നതാണ് നമ്മുടെ പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അള്ളാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ ക്യാമ്പസുകളിലാകുമ്പോഴും പുറത്തുമൊക്കെ നമുക്ക് വിവിധങ്ങളായ ഓപ്ഷനുകൾ വരുമ്പോൾ നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അതിനെ ആലോചിക്കുവാൻ വേണ്ടി കഴിയുക എന്നതാണ്. അതല്ലാത്തതൊക്കെയും അള്ളാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തൊക്കെയുണ്ടോ അതിൽ പഠനമുണ്ടോ. ഇക്ബാൽ ഒരു കവിതയിൽ പറയുന്നത് പോലെ അങ്ങനെ അള്ളാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ ദൂരെയാക്കിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുന്നത്. തഅലീം ബി ഫിത്ന, നിങ്ങളുടെ പഠനം ഫിത്നയാണ്, നിങ്ങളുടെ സമ്പാദ്യം ഫിത്നയാണ്, നിങ്ങളുടെ മക്കൾ ഫിത്നയാണ്. എത്രത്തോളം എന്നറിയോ? നിങ്ങൾ ഉയർത്തുന്ന തക്ബീർ പോലും ഫിത്നയാണ് എന്ന് പഠിപ്പിക്കുന്നത് എന്ന് അല്ലാമ ഇഖ്ബാൽ പറയുന്നുണ്ട്. ഇത് നമ്മുടെ നിലപാടാണ്. നമ്മുടെ തീരുമാനങ്ങളെ നിലപാടുകളെ അത് അള്ളാഹുവിൽ കേന്ദ്രീകരിച്ചാവുന്നു എന്നതാണ് ഈ ഇസ്ലാമിക് സ്റ്റുഡന്റത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആ വിശ്വാസത്തിൽ നിന്ന് കിട്ടുന്ന കരുത്തിനാൽ ഇവിടത്തെ വിഷയങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോവുക എന്നത്, ഇവിടത്തെ സാമൂഹിക കാര്യങ്ങൾ ഇടപെട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആ വിശ്വാസ കൂട്ടത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ടല്ലോ, ചില ആളുകളുണ്ട് അൽ മുഅ്മിൻ അല്ലദീ യുഖാലിത്തുൻ നാസ വയസ്ബിറു അലാ അദാഹും. അത്തരം ആളുകൾ, ചില വിശ്വാസികളുണ്ട്, അവർ സമൂഹവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. എന്നിട്ട് അതിൽ വരുന്ന പ്രയാസങ്ങളെ, അങ്ങനെ അതിലുള്ള പ്രയാസങ്ങളെ അവർക്ക് ക്ഷമിക്കാൻ കഴിയുന്ന, അതിനെ പ്രതിസന്ധികൾ മറികടക്കാൻ കഴിയുന്ന വിശ്വാസികൾ എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുന്ന വിശ്വാസികളെക്കാൾ, ഇത്തരം പ്രതിസന്ധികളിലേക്ക് പോകാതെ മിണ്ടാതിരിക്കുന്ന വിശ്വാസികളെക്കാൾ എന്തുകൊണ്ടും ഉത്തമരാൻ എന്ന് പറയുന്ന ഒരു അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിദ്യാർത്ഥി കൂട്ടം ക്യാമ്പസുകളിലും തെരുവീഥികളിലും നീതിക്ക് വേണ്ടി ശുഹദാ ബിൽ ഖിസ്ത്, നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതാണ് ഈ വിദ്യാർത്ഥി സംഘത്തിന്റെ പ്രത്യേകത. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സംബാൽ ഷാഹി മസ്ജിദ് അവിടെ ജുഡീഷ്യൽ കർസേവക്ക് അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിനിറങ്ങിയ മൂന്ന് മുസ്ലിം ചെറുപ്പക്കാർ രക്തസാക്ഷികളാവുകയാണ്. മസ്ജിദിന് വേണ്ടി രക്തസാക്ഷികളാകുന്ന നഈമും അതേപോലെ തന്നെ ബിലാൽ അൻസാരിയുമാണ് ഇന്ന് നമ്മൾ കേട്ട വാർത്ത. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ രക്തസാക്ഷിത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, എല്ലാ വംശീയ പ്രത്യയശാസ്ത്രങ്ങളും തകരാനുള്ളതാണ്. യഹിയാ സിൻവാർ ഉയർത്തിയ ആ വടി വംശീയ പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെയുള്ള അതിന്റെ തകർച്ചയെ സാധ്യമാക്കുന്ന വടിയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ സംഘപരിവാർ, അങ്ങനെയുള്ള ലോകത്ത് ഏതേത് വംശീയ പ്രത്യയശാസ്ത്രങ്ങളുണ്ടോ ആ വംശീയ പ്രത്യയശാസ്ത്രങ്ങളൊക്കെയും നിലംപരിശാക്കാൻ സാധ്യമാകുന്ന ഒരു ദർശനത്തിന്റെ പിന്തലമുറക്കാരാണ്. ആ ദർശനത്തെ നെഞ്ചോട് ചേർത്തിയിട്ടുള്ള ആളുകളാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ചേർന്ന് നിന്നിട്ടുള്ളത്. ഈ ഇസ്ലാമിക വിശ്വാസത്തിന്റെ പിൻബലത്തിലോ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിലോ ഇസ്ലാമിനെ നെഞ്ചോട് ചേർത്ത് ഈ കാലത്ത് നമ്മുടെ ദൗത്യം നിർവഹിക്കാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. GIOവിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ സന്ദർഭത്തിലോ SIOവിന്റെ പേരിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലോ അങ്ങനെ മുന്നോട്ട് പോകാൻ നേതൃത്വം കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.